ആയിരത്തി 1976 മെയ് 8 കേരള സമൂഹത്തെ ഞെടുക്കിയ, പ്രത്യേകിച്ച് കുറവിലങ്ങാടിനെ കണ്ണുനീരിലാഴ്ത്തിയ കൊടൈക്കനാൽ ബസ് അപകടത്തിന്റെ 50 വർഷങ്ങൾ പൂർത്തിയാക്കപ്പെടുമ്പോൾ അതിന്റെ ഓർമ്മക്കുറിപ്പുകളിലേക്ക് നമുക്കൊന്ന് നോക്കാം. കുറവിലങ്ങാട് ഇടവകയിൽ അന്ന് 12 സൺഡേ സ്കൂളുകൾ ഉണ്ടായിരുന്നു. അതിൽ ലിറ്റിൽ ഫ്ലവർ സൺഡേ സ്കൂൾ കരോട്ടും ഭാഗത്തെ ഹെഡ് മാസ്റ്ററായിരുന്നു ഞാൻ. ഓലിയിലച്ചനും ആലപ്പാട്ടും ഒന്നിലച്ചനും വന്നതിന് ശേഷം ഇപ്പോൾ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനം ഹൈസ്കൂളിൽ നിന്ന് അധ്യാപകരും ഒക്കെ വന്നതോടുകൂടി വളരെ മെച്ചപ്പെട്ടു. അതുകൊണ്ട് തന്നെ നമുക്ക് പഴയ ഈ വിനോദയാത്ര ഒന്ന് ആരംഭിച്ച് കളയാമെന്ന് ഓലിയിലച്ചനൊരാഗ്രഹമുണ്ടായി. അങ്ങനെ ചൊലയായി 1976 മെയ് മാസം 7-ാം തീയതി വെളുപ്പിന് 4:30 മണിക്ക് പുറപ്പെടണമെന്ന് തീരുമാനിച്ചു. എലക്കാട് സെൻറ്റ് ജെയിംസ് സൺഡേ സ്കൂളിലാണ് ഞങ്ങൾ 5 പേരാണ് യാത്ര പോകാനായിട്ട് കൊടൈക്കനാലിന് പോകാനായിട്ട് തീരുമാനിച്ചിരുന്നത്. ഏകദേശം 4:30 ഞങ്ങൾ കുറവിലങ്ങാട് പള്ളിയിലെത്തുകയും ഓരോരുത്തരായിട്ടാണ് എത്തിയത്. അന്ന് ഞാൻ SSLC പരീക്ഷ എഴുതിയിട്ടിരിക്കുന്ന കാലഘട്ടമാണ്. മാർച്ചിലാണ് പരീക്ഷ. ഈ ബസ് യാത്രയിൽ ഈ ആക്സിഡന്റ് സമയത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഞാനായിരുന്നു. ഞങ്ങൾ 2 സീനിയർ വൈദികരുണ്ടായത്. പിന്നെ മേജർ സെമിനാരിയിലെ ഡീക്കനായിരുന്ന ഇടവക്കാരന് തൊണ്ടാങ്കുഴി മാസ്റ്റർ ജോർജും ഉണ്ടായിരുന്നു കൂടെ. ഞങ്ങളെ എല്ലാവരും രാവിലെ ഈ പറഞ്ഞ സമയത്ത് തന്നെ ഇറങ്ങി നിന്ന്, വണ്ടി പള്ളിമുറ്റത്തോട്ട് വരികയില്ലാത്തത് കൊണ്ട് കവലയ്ക്ക് പോയി എല്ലാവരും കൂടെ നിന്ന്. അങ്ങനെ ഞങ്ങൾ 4:30 മണിക്ക് വന്നു. പക്ഷേ വണ്ടി വന്നില്ല. വണ്ടിയെക്കുറിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ അതുപോലെ നന്നാക്കുകയായിരുന്നു. അവിടെ 6:30 കഴിഞ്ഞിട്ട് 7:30 വണ്ടി വന്നില്ല. പിന്നെ പൗലോസച്ചന് വേറെ ആലപ്പാട്ടത്തിന് അരിച്ചു വന്ന് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് പുള്ളി തിരിച്ചുപോയി. അപ്പോൾ എല്ലാവരും കൂടെ എൻ്റെ മുഖത്തോട്ട് നോക്കി. ഞാൻ പിന്നെ ചെന്ന് അച്ഛ പോട്ടന്നേ, ശകലം കൂടെ ഈ സമയം പെട്ടെന്നൊക്കെ പോവുകയല്ലേ. അന്ന് ഇവർ പോകാൻ തയ്യാറെടുക്കുന്ന വണ്ടി താമസിച്ച് വന്നപ്പോഴത്തേക്കും ഈ വണ്ടിക്ക് എന്തോ തകരാറുണ്ടെന്ന് പറഞ്ഞു. ആ വണ്ടിയുടെ ഡ്രൈവർ വന്ന് എൻ്റെ ചിറ്റപ്പനായ KD വാച്ചൻ എന്ന് പറയുന്ന ആളുമായിട്ട് ബന്ധപ്പെട്ട് കോട്ടയത്ത് എൻ്റെ ഒരു ചിറ്റപ്പൻ്റെ പാൻറ്റിൻ ലോറി സർവീസ് നടന്ന ഒരാൾ, അവരുടെ പുള്ളിയായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ഈ വണ്ടി ശരിയാക്കി പിന്നീടാണ് യാത്ര ഇവിടെ പുറപ്പെടുന്നത്. അങ്ങനെ 7:30 ആയപ്പോഴത്തേനും വണ്ടി വന്നു. എല്ലാവരും വണ്ടിയെ കയറി. തുടർന്ന് പാല, മൂലമറ്റം, ഇടുക്കി, തേക്കടി കണ്ട് പിന്നെ ഇടുക്കിന്ന് പോയിട്ട് അതിനുശേഷം ഇറങ്ങുമ്പോൾ വൈഗ ഡാം ഉണ്ടായിരുന്നു. അതും കണ്ട് സന്ധ്യയോടുകൂടി മധുരയിലെത്തി. അവിടെ ചെന്നും ഭക്ഷണമൊന്നുമില്ലായിരുന്നു. സമയം ഇല്ലായിരുന്നതുകൊണ്ട് പിന്നെ അതുമെല്ലാം കഴിച്ച് അവിടെ സെൻറ്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിൽ പോയി കിടന്നു. നേരം വെളുത്തപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് ഒരുങ്ങി മധുര സ്കൂളിൻ്റെ ചാപ്പലിൽ തന്നെ കുർബാന ചൊല്ലി. എന്നെ നടുക്ക് നിർത്തി വെല്ലിച്ചന്മാർ 2 പേരും അപ്പുറത്തും ഇപ്പുറത്തും നിന്നാണ് ഞങ്ങൾ കുർബാന ചൊല്ലിയത്. കുർബാന കഴിഞ്ഞ് ഇനിയൊരു ബലിയർപ്പിക്കാൻ വരുമോ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു ഓർമ്മ എന്തോ എൻ്റെ മനസ്സിൽ കൂടെ അങ്ങ് പോയി. പിന്നത്തെ എനിക്കറിയില്ല. ഏതായാലും ആ ബലി ആ 2 അച്ഛന്മാരുടെ അവസാനത്തെ ബലിയായിരുന്നു. ഞങ്ങളെല്ലാവരും കുർബാന സ്വീകരിച്ച് തിരുനല്ല നായിക്കൻ്റെ കൊട്ടാരവും മധുരക്ഷേത്രവും പുറമേ നിന്ന് കണ്ടിട്ട് നേരെ കൊടൈക്കനാലിലേക്ക് പുറപ്പെട്ടു. കുറേ യാത്ര കഴിഞ്ഞാൽ പിന്നെ ഒരു 45 കിലോമീറ്റർ കയറ്റമാണ്. വണ്ടി ഇതിനിടയ്ക്ക് പൊട്ടലും ചീറ്റലും മൂളലൊക്കെ ഉണ്ടായെങ്കിലും സാവധാനം വണ്ടി പിടിച്ച് കയറി ഒരു 2 മണിയോടുകൂടി കൊടൈക്കനാലിലെത്തി. ഏതാണ്ടൊരു 3:30 ഞങ്ങൾ 4 മണിയോടുകൂടി ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. വണ്ടിയെ കയറി കഴിഞ്ഞ് ഒരു സെമിനാരി അവിടെ ഒരു അധികം നേരം താമസിച്ചില്ല. ഞങ്ങൾ കുറച്ചഞ്ഞ് പോന്ന് കഴിഞ്ഞപ്പോൾ ചെറുകിരാച്ചനെ കാണാനില്ല. കുറേ ഞങ്ങൾ തിരിച്ചു ചെന്ന്
ചെറിയ അച്ഛനെ കൂട്ടിക്കൊണ്ട് വന്ന് അകത്ത് കയറ്റി ഞങ്ങളിങ്ങനെ പോകുന്നു. നല്ല സ്പീഡാണ്. 5:30 വണ്ടി ഇടത്തെ സൈഡ് ഒരു പാറയാണ്, മുഴുവൻ പാറക്കെട്ടാണ്. മലയുടെ ഇടത്തെ സൈഡ് പാറക്കെട്ട്, വലത്തെ സൈഡ് ചെരിഞ്ഞ സ്ഥലം, ഇഞ്ചമുള്ള, പിന്നെ കല്ല്, എല്ലാം കൂടെ ഉള്ളൊരു സ്ഥലമാണ്. ചെരിഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ നിൽക്കുകയായിരുന്നു. അപ്പം മനസ്സിലൂടെ ചിന്ത കടന്നു പോകുന്നുണ്ട്, ഓ ദൈവമേ, ഇവിടുന്നെങ്ങാനും വണ്ടി താഴോട്ട് പോയി എന്നാൽ സംഭവിക്കും എന്നൊരു ആശങ്കയിലാണ് ഞാൻ വണ്ടിയുടെ മുകളിലത്തെ കമ്പിയെ പിടിച്ചുകൊണ്ട് നിൽക്കുക. അപ്പം ഞാൻ മിഡിൽ സീറ്റ്, 3 സീറ്റിലുള്ള എൻ്റെ മിഡിൽ സീറ്റാണ് ഞാൻ ഇരുന്നത്. ഞാൻ ആ സമയത്ത് എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു. ഞാൻ ഡ്രൈവറുടെ നേരെ എതിർ സൈഡിൽ ഒരു പെട്ടിയുടെ പുറത്ത് കുഷിനൊക്കെ ഇട്ടിരുന്നുണ്ട്. അവിടെയാണ് ഇരുന്നത്. ഞങ്ങൾ 3 പേരാണ് ഇരുന്നത്. ഒന്ന് വർശ്ശേരി മത്തായി സാറ്, വർശ്ശേരി ജോസ്, ഞങ്ങൾ 3 പേരും ഒരേ സീറ്റിലാണ് ഇരുന്നത്. കുറേ പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഡ്രൈവർ ഈ വെപ്രാളം കാണിക്കുന്നുണ്ട്, സ്റ്റീറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് എന്തായിരിക്കും എന്ന് ഓർത്തു. അപ്പോൾ ഇയാൾ ആ സ്റ്റീറിങ് തിരിക്കുന്നതോടുകൂടി ഈ പാറയും ഇരുമ്പും കൂടെ കൂട്ടി ഒരയുന്ന കരകരാന്ന് ഭയങ്കര ശബ്ദമാണ് കേട്ടത്. ഇടത്തെ സൈഡിൽ പാറ ഇടിച്ചു. വണ്ടി ഇടിച്ചപ്പോഴത്തേനും വണ്ടിക്കകം മുഴുവൻ പുക പോലെയായി. അന്നേരത്തേനും ഞാൻ കണ്ണു തുറന്നു. അപ്പോൾ നോക്കുമ്പോൾ ബസ്സിൻ്റെ ഫ്രണ്ടിലത്തെ ചില്ല പൊട്ടി മണൽ പോലെ ഈ തരികളെല്ലാം കൂടി വരുന്നത് കാണാം. അതോട് വണ്ടി പതുക്കെ നിരങ്ങി പുറകോട്ട് നീങ്ങി സൈഡിലെ മതിലിടിച്ച് നേരെ താഴോട്ട് വണ്ടി പോവുകയത്. ആ ചാട്ടം ഓർക്കുന്നുണ്ട്. ആ ലാസ്റ്റ് ഡാർക്ക് മുഴുവൻ അന്ധകാരമാണ് കണ്ണിൻ്റെ മുമ്പിൽ, ഒന്നും അറിയത്തില്ല. പിന്നീട് വണ്ടി ഒരു 90 ഫീറ്റ് വെർട്ടിക്കലായിട്ട് നേരെ കുത്തനെ താഴെ പോയി ഇടിച്ചു. അപ്പോൾ അതിൻ്റെ ഈ ടോപ്പ് തെറിച്ചു പോയെന്നാണ് പറയുന്നത്. പിന്നെ വണ്ടി ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ വട്ടത്തിൽ ഉരുളാൻ തുടങ്ങി. 4 മറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആ സൈഡ് ബോഡി തെറിച്ചു പോയി. ആ സൈഡ് ബോഡിയിൽ കൂടി ഞാൻ ഉൾപ്പെട്ട കുറേ പേര് തെറിച്ചു വീണു. അപ്പോൾ എവിടെയോ ഞങ്ങളെയൊക്കെ നിക്ഷേപിച്ചിട്ട് വണ്ടി താഴോട്ട് പോയതാണ്. അത് വീണ്ടും വണ്ടി മുന്നോട്ട് പോവുകയാണ്. വണ്ടി മുന്നോട്ട് പോയി കുറച്ചുകൂടെ കഴിഞ്ഞപ്പം ഒരു 4-5 മറിഞ്ഞ് കാണുമായിരിക്കും. മറ്റേ ബോഡിയും കൂടി അങ്ങ് പോയി. അതുകൊണ്ട് ബാക്കി ഉണ്ടായിരുന്ന ആളുകളും ആ സൈഡിൽ കൂടി തെറിച്ച് ദൂരെ പോയി. ஆயிரத்தி 1975 கடை வச்சது டம்டம் பாறையில் பையன் பேர் பால்பாண்டி. டம்டம் பாறை பால்பாண்டின்னா தமிழ்நாடு பூராமே தெரியும். ஒரு 50 ஆண்டுக்கு முன்னாடி ஒரு கேரளா பஸ் மேலே இருந்து வந்து பிறைக்கு பெயிலர் ஆகி அப்படியே வந்து கீழே அப்படியே உருண்டுறோன்னா கிட்டத்தட்ட ஒரு 1500 அடிக்கு மேலே கீழே ஓடிடுச்சு. கீழே ஒன்றா ஃபுல்லாக டிபார்ட்மெண்ட்டு, போலீஸ் டிபார்ட்மெண்ட்டு, எல்லா டிஎஸ்பி, எல்லாம் போலீஸ் டிபார்ட்மெண்ட்டு, ஃபாரஸ்ட் டிபார்ட்மெண்ட் எல்லாமே அங்கேருந்து பறந்து வந்துட்டாங்க. தகவல் கொடுத்தது மஞ்சளார டேம். ஆளுங்க உடனே தகவல் கொடுத்துட்டாங்க, வண்டி உருண்டுச்சுன்னு சொல்லி தகவல் கொடுத்தோன்னே அங்கேருந்து பூரா ஏறி இங்கே வந்து பாடிகளை எல்லாம் ஏற்றி கொண்டு போட்டாங்க. പിന്നെ അവിടെയുണ്ട് വണ്ടി ഞങ്ങൾ താഴോട്ട് പോയി. പിന്നെ ഞാൻ പോയി വീണത് ഒരു ഇഞ്ചക്കാട്ടിലാണ്. അങ്ങനെ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കൂട്ട നിലവിളിയുണ്ട്. രക്ഷിക്കണേ, ദൈവമേ സഹായിക്കണേ, ആരുമില്ലേ എന്നൊക്കെ പറഞ്ഞ് കൂട്ട നിലവിളിയും ബഹളം ഒച്ചപ്പാടും. അപ്പം നമ്മൾ 2 പേരും വഴി വീണായിരുന്നു. ഒരാൾ പറശ്ശേരി മാത്യൂസാണ്, അങ്ങനെ പുള്ളിയാണ് വീണത്. പുള്ളി കാര്യമായിട്ടൊന്നും പറ്റിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി അവിടുത്തെ ഒരു നിയമം അനുസരിച്ച് പോലീസ് വന്നെങ്കിൽ മാത്രമേ രക്ഷാപ്രവർത്തനം തുടങ്ങാവൂ എന്നൊരു നിയമമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കിടക്കുന്നതായിട്ട് ഓർമ്മയുണ്ട്, വേറൊന്നും അറിയത്തില്ല. ആളുകളൊക്കെ ഓരോന്ന് വരുന്ന് ചോദിക്കുന്നൊക്കെയുണ്ട്. ഇത് ചോദിക്കുന്നതിനെല്ലാം ഞാൻ സമാധാനം പറയുന്നുണ്ട്. പക്ഷെ ഈ കാഴ്ചകളൊന്നും എൻ്റെ മനസ്സിലില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു 2-3 പേര്, മത്തായി സാറ്, കുറച്ച് പേര്, അവര് വലിയ പരിക്ക് പറ്റിയില്ല. അവരവിടുന്ന് വിളിച്ചിട്ടും കൂടിയിട്ടും കയറിയിട്ടൊന്നും ആരും അങ്ങോട്ട് അടുക്കുന്നില്ല. അവർ നടന്നു മുകളിൽ കയറി. ഓർമ്മ വരുമ്പോൾ ഒരു 50 അടി താഴ്ചയിൽ വീണ് കിടക്കുന്നതാണ് ഓർമ്മ വരുന്നത്. തലയിൽ നിന്ന് ബ്ലഡും കാലും എല്ലാം നടക്കാൻ വയ്യ. കാലുകൊണ്ട് ഒടിവുണ്ട്. നീന്തി പൊക്കത്തി വരുമ്പം ഒരു തമിഴ്നാട്ടുകാരൻ്റെ ഒരു വാന
പൊക്കത്തിൽ നിൽപ്പുണ്ട്. അയാൾ വാങ്ങുക എന്ന് വിളിച്ചു ഞങ്ങളെ 3 പേരെ ആദ്യം ആ വാനി കയറ്റുന്നു. ബദൽ കൊണ്ടായത് പോലീസ് വന്ന് ആളുകളെ മുകളിലോട്ട് കയറ്റാൻ തുടങ്ങി. രാത്രി ഇത് വൈകുന്നേരം 5 മണിക്ക് സംഭവിച്ചെങ്കിൽ രാത്രി 11 മണിയായപ്പോഴാണ് ഞങ്ങളെയൊക്കെ എടുത്ത് കയറ്റി ആശുപത്രിയിൽ കൊണ്ടിരുന്നത്. അപ്പം പലരും, എനിക്ക് തോന്നുന്നത് പലരും മരിച്ചത് രക്തം വാർന്ന് മരിച്ചെന്നുള്ളതാണ്. ഇത്രയും താമസം വന്ന് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാനായി. ആ അപകടത്തിലുണ്ടായിരുന്ന ഒരേ ഒരു വനിത എൻ്റെ സഹധർമ്മിണി ഏലമ്മയായിരുന്നു. ഏലമ്മയെ ഞാൻ നിർബന്ധിച്ചു കൊണ്ടുപോയതാണ്. വേറെ ആരുടെയും ഭാര്യമാരോ സഹോദരിമാരോ ഒന്നും ആ യാത്രയ്ക്ക് പോന്നിരുന്നില്ല. വഴി വടം കെട്ടിയാണ് ആളുകൾ ഇറങ്ങുന്നത്, ഓരോരുത്തരെയും ചുമന്നുകൊണ്ട് വരാൻ വേണ്ടി. കൂട്ടനില ഇപ്പോഴും ഭയങ്കരമായ നിലവിളിയാണ്. ആളുകൾ കരോട്ടെന്ന് എടുത്തുകൊണ്ട് പോകുന്നു. ചില ആളുകൾ നോക്കിക്കഴിഞ്ഞ് ഇട്ടേച്ച് പോകുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് മരിച്ചു പോയതായിരിക്കുമല്ലോ, ഇട്ടേച്ച് പോകേണ്ട കാര്യമില്ലല്ലോ. ചില ആളുകളെ നോക്കിക്കഴിയുമ്പം എടുത്തവരെ മുകളിൽ കയറ്റുന്നു. നാട്ടുകാരുടെ സഹകരണം ഭയങ്കരമായിരുന്നു. എല്ലാവരെയും ഒന്നും ഇറക്കാൻ പറ്റിയല്ല. போலீஸ் டிபார்ட்மெண்ட் எங்களை பூரா விடாம அங்கிட்டு தள்ளிப்போன்னு இங்கிட்டு விரட்டிட்டாங்க. ഞങ്ങളെ ബത്തൽ കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഞങ്ങളെ ആദ്യം കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉടനെ അവിടെ ഉദ്യോഗസ്ഥന്മാർ ഉടനെ ഞങ്ങളെ അടുത്ത് തന്നെ ഹോസ്പിറ്റലിലോട്ട് മാറ്റി. അങ്ങനെ ആളുകളെ കുറേ എല്ലാം അവിടെ കയറ്റി കഴിഞ്ഞപ്പോഴത്തേനും കുറേ പേരെ കൂടുതൽ പറ്റിയവരെ മധുര മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. ഓരോരുത്തരെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെപ്പോലെയുള്ള പരിക്ക് കുറഞ്ഞു പറ്റിയ ആളുകളെ ബെറ്റൽ കുണ്ടിലേക്ക് വിട്ടു. നേരം വെളുക്കാറായപ്പോഴത്തേക്കും നമ്മുടെ മലയാളീസ് അവിടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റുന്ന കാര്യമല്ലത്. വന്നിട്ട് നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും, ഭക്ഷണം എന്നാ വേണമെങ്കിലും തരാൻ അവർ തയ്യാറായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാൻ മേല, എൻ്റെ ഈ കൈയുടെ ഞരമ്പ് മുറിഞ്ഞ് പോയാൽ എനിക്ക് വാരി കഴിക്കാമെന്ന് പറ്റുക. എനിക്ക് എന്താ കഴിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് കൈ മേല കഴിക്കാത്തില്ലെന്ന് പറഞ്ഞു. അയാൾ വാരി തന്നെനിക്ക്. അത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്ത കാര്യമാണ്. അപ്പം ഞങ്ങൾ വെറ്റലുണ്ട് ആശുപത്രിയിൽ ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളെ ഒരു വരാന്തയിൽ പുൽപ്പായൽ കിടന്നോളാൻ പറഞ്ഞ് അവിടെ കിടത്തി. 11-12 മണി ആയപ്പോഴത്തേക്കും ഈ പി മാത്യു എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരൻ വിളിച്ച് എന്നെ കാണിച്ച് എന്നെ പറഞ്ഞ് എനിക്ക് കേൾക്കാൻ മേല, കട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് നേരെ എതിർവശയാണ് മോർച്ചറിയിൽ ചൂണ്ടിക്കാണിച്ചു. അപ്പം ഞാൻ നമ്മുടെ കൂടെ വന്ന സഹോദരന്മാരാ കിടക്കണമെന്ന് പറഞ്ഞു. എല്ലാം പുതപ്പിനകത്തും അതിനകത്തൊക്കെ പൊതിഞ്ഞു കെട്ടി ആ വരാന്ത വഴി. കുറവിലിങ്ങോട്ട് അറിഞ്ഞപ്പോഴേക്ക് ആളുകൾ മുഴുവൻ കിട്ടാവുന്ന വണ്ടിക്ക് എല്ലാവരും അങ്ങോട്ട് എത്തി. ഏറ്റവും ഞങ്ങൾക്ക് ഹൃദ്യമായി തോന്നിയത് ഇന്നും അന്നും ഓർമ്മയിൽ നിൽക്കുന്നത് ഈ സംഭവത്തെപ്പറ്റി കേട്ടിട്ട് നമ്മുടെ അന്നത്തെ കൊച്ചുപിതാവ് ബഹുമാനപ്പെട്ട പള്ളിക്കാപ്പുറം പിതാവ് അവിടെ വന്നു. ഒരു ദിവസം രാവിലെ കാപ്പി കുടിക്കാനായിട്ട് 2-ാം നിലയിൽ താഴെ ഇറങ്ങിയപ്പോഴാണ് ദീപികപത്രം അവിടെ കിടക്കുന്നു. ഞാനത് എടുത്ത് നോക്കി. അപ്പോഴാണ് ആദ്യമായിട്ട് ഒരു വലിയ വാർത്ത കണ്ടത്. ദീപിക നല്ല ഹെഡിങ്ങിൽ അവർ കൊടുത്തിരിക്കുന്നത് കുറവിലങ്ങാട് നിന്നുള്ള അധ്യാപകർ, സൺഡേ സ്കൂൾ അധ്യാപകർ അപകടത്തിൽപ്പെട്ടു എന്നാണ്. അന്ന് ഞാൻ ഇവിടുത്തെ ഓക്സിലറി ബിഷപ്പായിരുന്നു. പിതാവ് ഇവിടുത്തെ മെത്രാൻ അഭിവന്യ വയൽ പിതാവായിരുന്നു. ഈ സംഭവം നടക്കുന്ന ദിവസം 1976 മെയ് 8-ാം തീയതി രാവിലെ കുർബാനയെ കഴിഞ്ഞ് കാപ്പി കുടിക്കുകയാണ്. ആ സമയത്ത് ഇൻഫർമേഷൻ വരുന്നത് ഒരു അപകടം, നമ്മുടെ അച്ഛന്മാർക്കൊരു അപകടം വന്നിട്ടുണ്ട്. ഇവിടെ കൊറലങ്ങാട്ടിൽ നിന്ന് പിക്നിക്കിന് പോയ ആളുകൾക്ക് മധുരയ്ക്ക് അടുത്ത് വെച്ച് സംഭവം ഒരു അപകടം ഉണ്ടായി എന്ന് പറഞ്ഞു. പിന്നെയൊന്നും ആലോചിച്ചില്ല. ബഹുമാനപ്പെട്ട പ്രൊക്രേറ്റ് പ്ലാത്തോട്ടത്തിൽ ജയിക്കപ്പച്ചനും സെക്രട്ടറി ജന്മമാനത്തും ഞങ്ങൾ 3 പേരും കൂടെ ഉടനെ പുറപ്പെടുകയായി. രാവിലെ 6:30 ആകുമ്പോഴാണ് ഈ വിവരങ്ങൾ ഞങ്ങളുടെ ഇതിലെത്തുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറവലങ്ങാട് വന്നു കഴിഞ്ഞ് കുറവലങ്ങാട് നിന്ന് കുറച്ച് ആൾക്കാർ കൂടെ കൂടി കോട്ടയത്ത് വരുമ്പം ട്രാൻസ്പോർട്ട് വണ്ടി ഈ പൊത്തലക്കുണ്ടെന്ന സ്ഥലത്തേക്ക് അപകടമുണ്ടായ ആശുപത്രി, ഈ ബോഡിയൊക്കെ വന്ന ആശുപത്രിയിലേക്ക് ഒരു വണ്ടി അറേഞ്ച് ചെയ്തു. അവിടെ ചെന്നപ്പോൾ നമ്മുടെ ആളുകളെ ഭൂരിഭാഗവും അവിടെയാണ്, പൊത്തലക്കുണ്ട് ആശുപത്രിയിലാണ്. അവരുടെ
അത് വലിയ ആശുപത്രിയൊന്നും അല്ല, സർക്കാർ ആശുപത്രിയാണ്. എല്ലാവർക്കും കട്ടിലോ ഒന്നും ഇല്ല. അതുകൊണ്ട് നല്ല ഇവിടുത്തെ പ്രധാന പുള്ളികളൊക്കെ ആണെങ്കിലും അവർ പലരും അവിടെ നേരത്തെ ആണ് കിടക്കുന്നത്. കുര്യാസ് കുമ്പളക്കുഴി സാറൊക്കെ അന്ന് ആ കൂടെ ഉണ്ടായിരുന്നു. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പം പള്ളിക്കേവറമ്പിലെ പിതാവും മാധവത്തച്ഛനും പിന്നെ അന്നത്തെ ചാൻസലറായിരുന്ന മടത്തിക്കുന്നേൽ മാത്യു അച്ഛനും ജേക്കബ് പ്ലാത്തോടത്ത് അച്ഛൻ അവർ 4 പേരും കൂടെ വന്നു. അന്ന് ഞാൻ വരുമ്പോൾ ഹോസ്പിറ്റലിൽ എല്ലാവരും ബോഡിയൊക്കെ കൊണ്ടുവന്നിരിക്കുക. വളരെ സങ്കടകരമായ സ്ഥിതിവിശേഷമായിരുന്നു. 16 പേര് മരിച്ചു എന്ന് പറയുന്നത് വലിയൊരു വേദനാജനകമായ പോലെ. വന്നപ്പോൾ ഞങ്ങൾക്ക് ആശ്വാസമായി, സന്തോഷമായല്ലോ, എങ്ങനെയെങ്കിലും കാര്യം കൈകാര്യം ചെയ്യാമല്ലോ. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ കൂടി നിങ്ങളെ എൻ്റെ പ്രൈവറ്റ് ആശുപത്രിയിൽ എവിടെയെങ്കിലും ആക്കിക്കൊള്ളാം, നിങ്ങളെ സമ്മതിച്ച് വെച്ചാൽ മതി, സഹായം എല്ലാം അരമനയിൽ നിന്ന് ചെയ്തു കൊള്ളാം, ഭയപ്പെടേണ്ട കാര്യമില്ല, പൈസ ഇല്ലെന്നുള്ളതുകൊണ്ട് ചികിത്സ മുടക്കേണ്ട കാര്യമില്ല, ചികിത്സ കിട്ടാതെ ഇരിക്കുകയില്ല, ഞങ്ങളിപ്പം തന്നെ ആക്കിയേക്കാവെന്ന് പറഞ്ഞു. അപ്പം ഞാനും കുര്യാച്ചനോട് കൂടി പറഞ്ഞു, പിതാവേ ഞങ്ങളിവിടെ കിടന്ന് ഞങ്ങൾക്ക് സാരമില്ല, ഞങ്ങളുടെ നാട്ടിൽ കിടന്ന് ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, ഇവരെല്ലാം ഊണും ഉറക്കവും ഇല്ലാണ്ട് ഇന്ന് കരച്ചിലും പിഴിച്ചിലും ചങ്കത്തിടിയായിട്ട് കിടക്കുകയാണ്. അവരെ നിങ്ങൾ അവിടെയെങ്കിലും നാട്ടിൽ എവിടെയെങ്കിലും എത്തിയില്ലെങ്കിൽ അവർ മിക്കവാറും പലരും മരിച്ചു പോകും. ഞാൻ അറിയുന്നത് 13 ദിവസങ്ങൾക്ക് ശേഷമാണ് പുള്ളി മരണപ്പെട്ടെന്ന് പൂർണ്ണമായി അറിയുന്നത്. അപ്പം എൻ്റെ കൂടപ്പുറപ്പങ്ങളൊക്കെ അവരെ തേടി മധുര, ബദൽകുണ്ട്, കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയി എല്ലാവരും അന്വേഷിച്ച് പൂർത്തിയായി അവർ തിരിച്ചെത്തുമ്പോഴേക്കും ഇവിടെ അടക്കം ചെയ്ത ഒരു ശവം ഏറ്റുവാങ്ങാൻ ആളില്ലായിരുന്നു. അന്ന് എൻ്റെ സഹോദരനാണെന്നും പറഞ്ഞു കുറലെങ്ങാട്ട് ജൗളിക്കട നടത്തുന്ന പൊട്ടക്കാട്ട ചേട്ടനാണ് ശവം ഏറ്റുവാങ്ങിയത്. അവസാനം എല്ലാവരുടെ അടക്കം ചെയ്തപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു, വീട്ടിൽ ഉള്ളവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ 8 മാസം ഗർഭിണിയായപ്പോൾ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി പുള്ളി വീട്ടിൽ കൊണ്ടുപോയി ആക്കി, എൻ്റെ 2 കുഞ്ഞുങ്ങളെയും കൂടെ ആക്കി. അന്നേരം ആ കണ്ട മുഖം എനിക്ക് ഓർമ്മയിലുള്ളൂ, പിന്നെ ഞാൻ കാണുന്നില്ല. അറിയുന്നതും 13 ദിവസങ്ങൾക്ക് ശേഷമാണ് എന്നെ അറിയിക്കുന്നത്. അപകടം പറ്റി കാലൊക്കെ ഒടിഞ്ഞ് അവിടെ കിടപ്പുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ പൂർണ്ണമായി മരിച്ചെന്നുള്ളത് 15 ദിവസത്തോളം ആയപ്പോഴത്തേക്കാണ് എന്നെ അറിയിക്കുന്നത്. പോകാൻ സമയമായപ്പം ഞാൻ ആടിനെ കറന്ന് പാല് കൊണ്ടുവന്ന് ചായ തകർത്തി ചായയും കുടിച്ച് പുറത്തോട്ടിറങ്ങി. പെട്ടെന്നില്ലായിരുന്നെങ്കിലും പെട്ടെന്നൊന്നും വേണ്ട പൊയ്ക്കോളാം എന്നും പറഞ്ഞ് പോയി. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത്. 1 മണിയായി പേറ്റ് ഞാൻ അപ്പം ഉണ്ടാക്കി ആടിനെയും കറന്ന് ചായ കുടിച്ചു. നല്ല അപ്പാണല്ലോ, തിന്നായിരുന്നല്ലോ, വണ്ടിയെ പോണ കാരണം തിന്നാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിള്ളേർ കൊണ്ട് കൊടുക്കാൻ തിന്നോളാൻ പറഞ്ഞു. എനിക്കിരിക്കാൻ സമയമില്ല, ഞാൻ പോകുവാന്ന് പറഞ്ഞു. ഈ ഒരു മകനും അപ്പനും എൻ്റെ 2 മക്കളും കൂടെ കൂടിയായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ വീട്ടിലാണ്. വീട്ടിൽ വെച്ച് അറിഞ്ഞ് മരങ്ങോലി വെച്ച് ചാത്തമ്പള്ളിയിൽ പോയി വെച്ച് വന്നപ്പം പറഞ്ഞു ഇങ്ങനെ ഉരുളങ്ങാട്ടിന് പോയ ടൂറിസ്റ്റ് വണ്ടി മറിഞ്ഞു പോയി. ചിലർ പറയണേ എല്ലാവരും മരിച്ചുപോയി, ചിലർ പറയണ 10-20 പേര് മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ചാച്ചനും എൻ്റെ ഞങ്ങളമാരും ചിറ്റപ്പന്മാരൊക്കെ കൂടി ഉരുളങ്ങാട്ടിന് വന്ന് മധുരയ്ക്ക് പോവുക ചെയ്ത്. എന്നോട് എൻ്റെ വലിയ ഞങ്ങളൊന്ന് പറയണത് മരിച്ചിട്ടില്ലടി, മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാക്കിയിട്ടുണ്ട്, 12-ാം മുക്കാണ് മരിക്കുന്നത്. ഓപ്പറേഷൻ ചെയ്ത് അവിടെ കിടക്കുമായിരുന്നു. 15 ദിവസം കഴിഞ്ഞപ്പം എൻ്റെ ഞങ്ങൾ പറയണം മരിച്ചു പോയിരിക്കും. ഞങ്ങളവിടെ ഒരു ഏറെക്കുറെ ഒരു 2:30 ആയപ്പോൾ എത്തിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അവിടെ ചെല്ലുമ്പം ഒരു 14 ബോഡി ഇതിൽ പിന്നെ തുണിയിൽ പൊതിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്ത് അവിടുത്തെ ഇതിൽ കിടക്കുകയാണ്. ബാക്കിയുള്ള അപ്പം ജീവിച്ചിരിക്കുന്ന ആൾ ആശുപത്രി തന്നെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ചെയ്യേണ്ട അത്യാവശ്യ കാര്യങ്ങൾ ഈ ഡെഡ് ബോഡിയൊക്കെ നാട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി അന്ന് കൂടുതലായിട്ടും പരിശ്രമിച്ചത് ഞങ്ങളുടെ ചാൻസലർ അച്ഛന് വളരെ സമർത്ഥനായിരുന്നു. മടത്തിക്കുന്നച്ഛനാണ്. അത് നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് 2 നമ്മുടെ മന്ത്രിമാരുണ്ടായിരുന്നു, കെ.എൻ. ജോർജും കെ.എം. മാണിയും. അവരുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തതുകൊണ്ട് കാര്യങ്ങൾക്കൊക്കെ വളരെ എളുപ്പമായി. അതേസമയം ഇവിടെ ഞങ്ങൾ ആവശ്യപ്പെട്ടായിരുന്നു ബഹുമാനപ്പെട്ട തൊണ്ടിക്കിളച്ചനോട്, അച്ഛനാണല്ലോ കോർപ്പറേറ്റ് സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ എല്ലാം
ഇവിടെ സ്ഥലങ്ങളിൽ ഒരുക്കാനായിട്ട് പ്ലാസ്റ്റിക് എല്ലാം കൊണ്ടാണെന്ന് അതൊക്കെ കിട്ടാൻ എളുപ്പമല്ലായിരുന്നു. എല്ലായിടത്തും നടന്ന് പലയിടത്തും നടന്ന് പ്ലാസ്റ്റിക് ശേഖരിച്ച് ബോഡി എടുത്ത് പൊതിഞ്ഞ് പെട്ടിക്കകത്ത് വയ്ക്കുക. അതുപോലെ പെട്ടി ഉണ്ടാകണം. മുട്ടിയാൽ പോയി ശവപ്പെട്ടിക്കെല്ലാം അറേഞ്ച് ചെയ്തു. കേരള ഗവൺമെന്റ് തന്നെ ഇതിന്റെ രക്ഷാപ്രവർത്തനത്തോട് സഹകരിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഒരു ട്രാൻസ്പോർട്ട് ബസ് സൗജന്യമായിട്ട് ഈ ഡെഡ് ബോഡി കൊണ്ടുവരാൻ വേണ്ടി മധുരയിലേക്ക് അയക്കാൻ അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രി തയ്യാറായത്. വെളുപ്പിന് തന്നെ അവിടുത്തെ സിസ്റ്റേഴ്സും എല്ലാം കൂടെ വന്ന ആ ഡെഡ് ബോഡി ക്ലീൻ ചെയ്ത് പെട്ടികളിലാക്കി ഒരു മൃതദേഹം പെട്ടിയിൽ കൊണ്ടുവരുന്നു എന്ന് തോന്നുന്ന രീതിയിൽ കുറവലങ്ങാട്ടേക്ക് കൊടുത്തയക്കുന്നത്. പിറ്റേ ദിവസം കുറങ്ങാട് പള്ളിയിലെ എല്ലാവരെയും അടുത്തടുത്തെടുത്ത് സംസ്കരിക്കുന്നതിനുള്ള തീരുമാനമെടുത്തു. ഈ ബോഡി കൊണ്ടുവന്ന് കുറവലങ്ങാട്ട് ഒരു മഹാജനസമുദ്രമായിരുന്നു. അങ്ങനെ ഒരു ഓലപ്പന്തലിട്ട് കുറവലങ്ങാട് പള്ളിക്കവലയിൽ ഈ ബോഡിയെല്ലാം നിർത്തി വെച്ച് അവർക്കുള്ള പെട്ടികളെല്ലാം നമ്മുടെ കടയുടെ പുറകിലായിരുന്നു കൊണ്ട് സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരുന്നത്. 20 പെട്ടി മേടിച്ചു, 18 പെട്ടി അന്ന് ഉപയോഗിച്ചു. ബാക്കി 2 പെട്ടി മിച്ചം ഉണ്ടായിരുന്നു. 2 പേര് മരിച്ച 20 പേര് മരിച്ചെന്നൊക്കെയായിരുന്നു അന്നത്തെ അറിവ്. 5.5 വയസ്സുള്ളെങ്കിൽ എൻ്റെ ഒരു ചെറിയ ഓർമ്മയുണ്ട്. ആ പന്തലില് ഒരു ഒച്ചയോ ബഹളവോ ഒന്നുമില്ലായിരുന്നു. വാർത്ത വന്നപ്പോൾ എൻ്റെ പേര് മരിച്ചവരുടെ ലിസ്റ്റുമില്ല, ജീവിച്ചിരിക്കുന്നവരുടെ ലിസ്റ്റുമില്ല. അപ്പോൾ എൻ്റെ വീട്ടിലുള്ളവർക്ക് ഭയങ്കര ടെൻഷനായി. മരിച്ചവരുടെ ലിസ്റ്റുമില്ല, ജീവിച്ചിരിക്കുന്നവരുടെ ലിസ്റ്റുമില്ല. അപ്പം പിന്നെ എവിടെ പോയി എന്നതിനെക്കുറിച്ച് അതൊക്കെ വീട്ടുകാർ ചാച്ചനും അമ്മച്ചൊക്കെ ബന്ധുമിത്രാദികളെ പറഞ്ഞുള്ള അറിവാണ് എനിക്ക് അന്നുണ്ടായിട്ടുള്ളത്. പിന്നെ അങ്ങനെ അവർ ടെൻഷൻ അടിക്കുന്ന സമയത്താണ് അവരെ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട്. പേപ്പറിൽ ആ കാര്യം വന്നിട്ടില്ല, എൻ്റെ പേര് വന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ടെൻഷൻ ഉണ്ടായത്. ഞാൻ 8ാം പക്കാണ് ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ ചെല്ലുന്നത്. വീട്ടിൽ ചെന്നപ്പം സങ്കടമാണോ സന്തോഷമാണോ ഒന്നും പറയാൻ പറ്റത്തില്ല അവസ്ഥയാണ്. ഒരു നാട്ടിൽ നിന്ന് പോയ ഒരു വിനോദയാത്രാ സംഘം ആ പരസ്പരം ബന്ധുക്കളും കുടുംബക്കാരുമായ ആ സംഘത്തിലെ ആളുകളിൽ 18 പേര് ആ ഒറ്റ അപകടത്തിൽ തന്നെ മരണമടയുക, ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ വന്ന ഒരു 3 മാസത്തിന് ശേഷമാണെന്ന് തോന്നുന്നു. ഇതുപോലെ ഇൻഷുറൻസ് കമ്പനിയുടെ ക്ലെയിം അനുസരിച്ച് തമിഴ്നാട് കോടതിയിൽ അപകടം ഉണ്ടായ സ്ഥലത്തിൻ്റെ പരിധിയുള്ള കോടതിയിൽ ഹാജരാകണമെന്ന് ഒരു ഇൻഫർമേഷൻ തന്നു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഉസിലമ്പട്ടി കോടതിയിൽ ഞാൻ, അലക്സാണ്ടർ, മാത്യു പുല്ലാന്തിയിൽ, ഇങ്ങനെ ഞങ്ങൾ 5-6 പേര് 4-5 പേരെ എല്ലാവരും ഞാൻ ഒന്നും ഓർക്കുന്നില്ല. ഇവർ 3 ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. ഞങ്ങൾ ഉസിലമ്പട്ടി കോടതി ഹാജരായി. ഞങ്ങളുടെ അതിൻ്റെ വിശദീകരണം, അതിൻ്റെ ഒരു നരേഷൻ ഒരു ചോദിക്കുകയുണ്ടായി. എങ്ങനെയാണ് സംഭവം ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് അന്നത്തെ അറിയാവുന്ന ആ രീതിയിൽ ഞങ്ങൾ മനസ്സിലാക്കിയ പശ്ചാത്തലത്തിൽ ഞങ്ങൾ അതിന് ഉത്തരം കോടതി കൊടുക്കുകയൊക്കെ ചെയ്തു. പിന്നീട് അതിനെക്കുറിച്ചൊന്നും ചോദ്യമോ പറച്ചിലോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. സ്നേഹമുള്ളവരെ, എൻ്റെ പിതാവ് ഉൾപ്പെടെ 16 വിശ്വാസ പരിശീലകരും 2 വൈദികരും ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ട സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ അവരുടെ രോദനങ്ങളും ആത്മവിലാപങ്ങളും എൻ്റെ ചെവികളിൽ മുഴങ്ങുകയാണ്. ഹൃദയം നുറങ്ങുന്ന വേദനയോടെ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്ത് വികാരമാണെന്ന് എനിക്കറിയില്ല. എൻ്റെ മാതാവിനോ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്കോ എത്തിപ്പെടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാനിവിടെ പൊഴിക്കുന്ന കണ്ണീർ മരണപ്പെട്ടവരുടെ ഓരോരുത്തരുടെയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ മരണപ്പെട്ടവരുടെ ആത്മാക്കളുടെ ജീവിത സാക്ഷ്യങ്ങൾ നമുക്കും മാതൃകയാവട്ടെ.
കഴിഞ്ഞ 50 വർഷങ്ങൾ പെട്ടെന്ന് കടന്നുപോയെങ്കിലും അതിൻ്റെ ഓർമ്മകളും വേദനകളും ഉണ്ടെങ്കിലും ഇന്നും ഈ മഹത് വ്യക്തികൾ ജീവിക്കുന്നു നമ്മിലൂടെ.